വിവിധ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അപരന്മാരും മത്സരരംഗത്ത് നിലയുറപ്പിച്ചപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട് പയ്യോളിയിൽ നിന്ന്. അത് മറ്റാരുമല്ല, കുഞ്ഞിക്കണ്ണൻ പയ്യോളി. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ LDFും UDFും BJPയും ഈ മൂന്ന് മുന്നണികളാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. ഈ മത്സരിക്കുന്ന സമയത്ത് ഇവരാവശ്യപ്പെടുന്നത് വോട്ട് തരണം, ഇന്ത്യ ഭരിക്കണം എന്നുള്ള വാശിയിലാണിവർ. അതേ സമയത്ത് ഇന്ത്യ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ജനങ്ങളെ ഭരിക്കാനാണ്. ജനങ്ങളെ ഭരിക്കുമ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഭരണം കഴിഞ്ഞതിന് ശേഷവും പ്രചരണം നടത്തുന്ന സമയത്തും പാർട്ടികൾ പറയുന്നത് അന്യോന്യം അഴിമതിയെപ്പറ്റിയും കുടുംബവാഴ്ചയെപ്പറ്റിയും ആണ്. അപ്പോൾ ഈ ഭരിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? ഇവരെ കുടുംബത്തിനെ രക്ഷിക്കാനും അഴിമതി നടത്താനും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും വേണ്ടിയാണ്. ഇതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കൊരു ഗുണവുമില്ല. ഈ സന്ദർഭത്തിൽ എന്നെപ്പോലുള്ള സാധാരണക്കാർ രാഷ്ട്രീയ പാർട്ടിയുടെ സഹായമില്ലാതെ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അപ്പോൾ അതിൻ്റേതായ ഈ പ്രാധാന്യത്തോടു കൂടി ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ആ കാഴ്ച ഒരു ജനവിധിയുണ്ട്, അത് നേടിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ മത്സരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രകടന പത്രികയിൽ ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്, ഇപ്പോൾ സാധാരണക്കാരന് സർക്കാർ വീട് വെക്കാൻ 4 ലക്ഷം റുപ്യ, ഈ വീട് വെക്കാൻ 4 ലക്ഷം റുപ്യ സാധാരണക്കാരന് കൊടുക്കുന്നുണ്ടെങ്കിലും തറ കെട്ടുവാനുള്ള പൈസ തികയുന്നില്ല. ഈ രീതിയിൽ സാധാരണക്കാരൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള സഹായമല്ല സർക്കാർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ സമുദായത്തിൽപ്പെട്ട സാധാരണക്കാരൻ്റെയും വിഷയം സർക്കാർ ചിന്തിക്കുന്നില്ല. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ്റെ പ്രകടന പത്രികയിൽ ഏറ്റവും താഴേക്കടയിൽ ജീവിക്കുന്ന സാമ്പവർ, പട്ടികജാതിക്കാർ, പട്ടികവർഗ്ഗക്കാർ, OBCൻ്റെ ദാരിദ്ര്യരേഖൻ്റെ താഴെയുള്ള ആളുകൾ, ഇവർക്കൊക്കെ വേണ്ടിയുള്ള ഇവരെ മോചനത്തിന് വേണ്ടി സർക്കാരിൽ നിന്ന് പീഡനം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് രക്ഷപ്പെടുത്തുന്ന എല്ലാ മാർഗങ്ങളും മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പ്രകടന പത്രിക ഒരുക്കിയിട്ടുള്ളത്. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് തോന്നുന്നതിന് മുമ്പും ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. 2014 ലോക്സഭയിൽ ഞാൻ മത്സരിച്ചു. അതേ സമയത്ത് ഇന്നത്തെ രീതിയിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്താൻ അന്ന് എനിക്ക് സാധിച്ചിട്ടില്ല. ഏകദേശം 1000 വോട്ട് അന്ന് നേടിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഈ പ്രചരണം വേണ്ട രീതിയിൽ എല്ലാ സ്ഥലത്തും എത്തിക്കാനൊക്കെ സാധിക്കാത്തത് കൊണ്ടാണ് ഈ 1000 വോട്ടിൽ ഒതുങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ അതിന് ജനങ്ങൾ എനിക്ക് നൽകുന്ന ആ അംഗീകാരമുണ്ട്, അത് വോട്ടായി മാറും എന്നുള്ളത് സംശയമില്ലാത്തൊരു സത്യമാണ്. എൻ്റെ ചിഹ്നം സാധാരണക്കാരൻ യാത്ര ചെയ്യുന്ന ചിഹ്നമാണ്, ഓട്ടോറിക്ഷ. കാരണം ടാക്സിയിലോ മറ്റ് ജീപ്പോ മറ്റൊരു വാഹനത്തിലും യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാധാരണക്കാരന് ഏത് സമയത്തും വീട്ടുമുറ്റത്ത് കിട്ടാനും സൗകര്യത്തിന് വിളിച്ചാൽ കിട്ടുന്നതും ഓട്ടോറിക്ഷയാണ്. അത് ആയിരക്കണക്കിന് ജനങ്ങൾ ഉപജീവനം നടത്തുന്ന ഈ ചിഹ്നമാണ്. ഇന്ന് ആ തൊഴിലാളികൾ ഒരുപാട് ത്യാഗം അനുഭവിച്ച് പട്ടിണി മാറ്റാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ജീവിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ഈ ചിഹ്നം ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം സാധാരണക്കാരൻ്റെ കൂടെയാണ് എൻ്റെ മനോഭാവം എന്ന് മനസ്സിലാക്കാൻ കൂടിയും മാത്രമാണ് ഞാൻ ഈ ഓട്ടോറിക്ഷ ചിഹ്നം തിരഞ്ഞെടുത്തത്. അപ്പം ഇപ്പോൾ മദ്യപാനത്തെ പറ്റി പറയുന്നത്, റേഷൻ കടയിൽ പോയി അരി വാങ്ങുന്നു, അത് നിത്യോപയോഗ സാധനം വാങ്ങുന്ന പോലെ തന്നെ തൊട്ടടുത്ത ഷോപ്പിൽ മദ്യം വിൽക്കുന്നു. മദ്യം വിൽക്കുക എന്നത് എന്തിനാ? ഇവിടെ മദ്യം ബിസിനസ് നടത്തുന്നത് സർക്കാർ സാധാരണക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഏത് സാധാരണക്കാരനും എവിടത്തേക്ക് പോകുന്നു? ഈ നിത്യോപയോഗ സാധനം വാങ്ങുന്നതിനേക്കാൾ മുൻതൂക്കം കൊടുത്തിട്ട് മദ്യപിക്കുന്നു. അങ്ങനെ ദിനന്തരം മദ്യപിച്ച് ആ തൊഴിലാളി ഒരു തൊഴിലും ചെയ്യാൻ കഴിയാതെ എവിടെയെങ്കിലും ഒതുങ്ങി ചികിത്സിക്കാൻ കഴിയാത്ത സാഹചര്യം വന്ന് ഇവൻ രോഗിയായി നിൽക്കുന്നു. അപ്പോൾ ഇതിന് പ്രേരിപ്പിക്കുന്ന ഈ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്ന ആരാ? സർക്കാരാണ്. അതേ സമയത്ത് ഈ രീതിയിൽ മദ്യപിച്ച് ഒരു വീട്ടുടമ അല്ല ഗൃഹനാഥൻ മരണമടഞ്ഞാൽ അവരെ കുടുംബത്തിന്, കാരണം ഈ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഇവിടുത്തെ സർക്കാരാണ്. അപ്പോൾ ഈ മരിക്കുന്ന ആളുടെ കുടുംബത്തിൽ നിന്ന്
സർക്കാർ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സർക്കാർ ജോലി കൊടുത്തേ പറ്റൂ, എങ്കിലേ ആ കുടുംബം രക്ഷപ്പെടൂ. അല്ലെങ്കിൽ പാടെ ഈ മദ്യം എന്ന വിപത്ത് പിന്നെ മദ്യപിക്കാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കുന്നത് നിർത്തിവെക്കണം. അല്ലാതെ ഒരു തൊഴിലാളിയും ഇന്ന് രക്ഷപ്പെടുന്നില്ല. ഈ അവസരത്തിൽ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, വടകര ലോകസഭാ മണ്ഡലത്തിൽ ഒരു ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണക്കാരായ എല്ലാ ജനങ്ങളും ഈ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ വിനീതമായി അപേക്ഷിക്കുകയാണ്.